സേവികാസംഘ ദിനമായി ബന്ധപ്പെട്ട് വചനധ്യാനത്തിന് നേതൃത്വം നൽകുവാനായിട്ട് വലിയവനായ ദൈവം എനിക്ക് നൽകിയ ഈ പദവിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ഈ ഇടവകയിലെ സേവികാസംഘ ചുമതലക്കാരോടും സംഘാംഗങ്ങളോടുമുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിച്ചുകൊള്ളട്ടെ. 1919 ആരംഭിച്ച് 105 വർഷങ്ങൾ പിന്നിടുമ്പോൾ 13 ഭദ്രാസനങ്ങളിലായി 87 സെന്ററുകളിലായി 1014 ശാഖകളായി തിരിഞ്ഞ് സ്തുത്യർഹമായ ശുശ്രൂഷകൾക്ക് സേവികാസംഘം നേതൃത്വം നൽകി വരുന്നു. പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനകളിൽ സേവികാസംഘത്തിന്റെ പ്രവർത്തനങ്ങളെയും അതോടൊപ്പം തന്നെ ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന വനിതാ മന്ദിരത്തിന്റെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് 8-1 മുതൽ 3 വരെ. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചു, സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂഷനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. സ്നേഹനിധിയായ കർത്താവേ, ഈ നല്ല വചന നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഇന്ന് സേവികാസംഘ ദിനത്തിന്റെ ആരാധനയിൽ അവിടുന്ന് വ്യാപരിക്കുന്ന എല്ലാ ദൈവകൃപകൾക്കായിട്ടും നിന്നെ സ്തുതിക്കുന്നു. വചനം പങ്കിടുന്ന അടിയനെ കേൾക്കുന്നതിന്റെ ജനത്തെയും വാഴ്ത്തണമേ. സകല യേശുവിന്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷികൾ, വിമൻ വിറ്റ്നസസ് ഓഫ് ദ ഗോസ്പൽ എന്നതാണ് ഈ വർഷത്തെ സേവികാസംഘ ദിനത്തിന്റെ ചിന്താവിഷയമായി നമ്മൾ ധ്യാനിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള താളുകൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങളിൽ സ്ത്രീ സാന്നിധ്യത്തിന് യേശുക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ സവിശേഷമായ ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ട്. അന്നത്തെ സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക ചിന്തകൾ എത്രമാത്രം സ്ത്രീകളെ അകറ്റി നിർത്തിയിരുന്നുവോ അത്രമാത്രം അവരെ ചേർത്ത് നിർത്തുവാനും ആദരവോടുകൂടി കാണുവാനും യേശുക്രിസ്തു ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് അവൻ്റെ പിന്നാലെ അനുഗമിച്ച സ്ത്രീ സമൂഹം. നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ ശിഷ്യർ എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ മാത്രമാണ് ചിന്തിക്കാറുള്ളത്. എന്നാൽ അവരെക്കാൾ ഉപരിയായി എത്രയോ അധികമായ ആത്മീയ പക്വതയോടും നിശ്ചയദാർഢ്യത്തോടും സമർപ്പണത്തോടും കൂടിയാണ് ധാരാളം സ്ത്രീ ശിഷ്യകൾ യേശുവിനെ അനുഗമിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിൽക്കാലത്ത് ആദിമസഭയും ആ നല്ല പൈതൃകം പിന്തുടർന്നു പോന്നു. ഇന്നിവിടെ വായിച്ച് കേട്ട ഈ വേദഭാഗത്തിൽ ആ കൂട്ടത്തിൽ പ്രധാനമായ ചിലരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിളിച്ചവൻ, വിശ്വസ്തനായവൻ, തങ്ങൾക്ക് ആദരവ് നൽകുന്നവൻ, അവനു വേണ്ടി സകലവും ചപ്പെന്നും ചവറെന്നും വേണ്ടി ഒരു വലിയ സമൂഹം അവന് പിന്നാലെ ഇറങ്ങിച്ചെല്ലുകയാണ്. ശാരീരികമായ സൗഖ്യം മാത്രമല്ല, അവരുടെ നിലപാടുകളെയും അവരുടെ ചിന്തകളെയും അടിമുടി മാറ്റം വരുത്തി പുതിയ ദർശനവും കാഴ്ചപ്പാടും വിശാലമായ ദൈവരാജ്യ വീക്ഷണവും യേശു അവർക്ക് നൽകി. യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യകരങ്ങൾ ഈ സ്ത്രീകളിൽ ഉണ്ടാക്കിയ ചില മാറ്റങ്ങൾ 3 ചെറിയ ചിന്തകളിലൂടെ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, യേശു ക്രിസ്തു ഈ സ്ത്രീകളെ ആത്മവിശ്വാസമുള്ള സ്ത്രീകളാക്കി മാറ്റുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മൾ സ്ത്രീകളിൽ എത്ര പേർ സ്ത്രീയായി ജനിച്ചതിൽ അഭിമാനിക്കുന്നവരുണ്ട്? സ്ത്രീത്വം ഒരു അഭിമാനമായി കാണുന്ന എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്? ഇന്ന് പലപ്പോഴും സ്ത്രീകൾ തന്നെ സ്ത്രീകളെ 2ാം തരക്കാരാക്കി സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. പുരുഷന്മാർ മസിൽ പവർ കൊണ്ട് മുൻപിലാണെങ്കിലും ദൈവം നമ്മൾ സ്ത്രീകൾക്ക് സവിശേഷമായ ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. പ്രതികൂലങ്ങളിൽ പതറിപ്പോകാതെ സാഹചര്യങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുവാനുള്ള ഹെൽപ്പ്. ഇത് യേശുവിനോടൊപ്പം ശുശ്രൂഷ ചെയ്ത സ്ത്രീ
കരുത്ത് പ്രകടിപ്പിക്കുവാൻ, തങ്ങളുടെ സാധ്യതകളെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് അവരെ യേശു സഹായിച്ചു. അതവരിൽ ഒരു വലിയ ആത്മവിശ്വാസവും ആത്മബോധവും നിറച്ചു. അതുകൊണ്ടാണ് ക്രൂശ് മരണത്തിന്റെ വേളയിലും പുരുഷന്മാർ ഭയത്തോടെ ഓടി ഒളിക്കുമ്പോഴും തങ്ങളുടെ നാഥന്റെ പിന്നാലെ ഒരു ഭയവും കൂടാതെ സ്ത്രീ ശിഷ്യകൾ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീത്വം എന്നത് ഒരു പരിമിതിയല്ല, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഒരു സാധ്യതയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് സഭയിലും ദേവാലയങ്ങളിലും വീടുകളിലുമൊക്കെ വളരെ ലോ സെൽഫ് എസ്റ്റീമുമായി കഴിയുന്ന, ഏതോ ശാപത്തിൽ എന്ന പോലെ വിധിയെ ശപിച്ചുകൊണ്ട് കഴിയുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ 7 ഭൂതങ്ങൾ ബാധിച്ചിരുന്ന മഗ്ദലക്കാരത്തി മറിയെ ശാപഗ്രസ്തയായി കണ്ടിരുന്നവളെ കർത്താവ് സൗഖ്യമാക്കി, അവളെ യഥാസ്ഥാനപ്പെടുത്തി അവളെ ഈ വലിയ ശുശ്രൂഷയ്ക്കായി വരമേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ നിൽക്കുന്ന പുരുഷാരൻ, നിന്ദിതയായി അപമാനിതയായി പീഡിതയായി നിൽക്കുന്നവളെ യേശു ചേർത്ത് പിടിക്കുമ്പോൾ അവൾക്ക് ധൈര്യവും ആത്മബലവും രൂപാന്തരവും ലഭിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, നമ്മുടെ ഭവനങ്ങളിലുള്ള സ്ത്രീ സാന്നിധ്യങ്ങളുടെ ആത്മവിശ്വാസത്തെ വളർത്തുവാനാണോ കെടുത്തുവാനാണോ നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്? രണ്ടാമതായി, യേശുക്രിസ്തു ഈ സ്ത്രീകളെ ഹൃദയം കൊണ്ട് സന്തോഷിക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കുകയാണ്. നമ്മൾ മാതൃദിനത്തിലും വനിതാ ദിനത്തിലുമൊക്കെ സ്ത്രീകളുടെ ക്ഷമ, ത്യാഗം, സഹിഷ്ണുത, ഹൃദയവിശാലത ഇതൊക്കെ കാണിക്കുന്ന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും അതിനൊക്കെ ലൈക്കും ഷെയറും ഒക്കെ നൽകാറുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ടാഗ് ലൈനുകളൊക്കെ സ്ത്രീകളെ അറിഞ്ഞോ അറിയാതെയോ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ 2 തരത്തിലുള്ള സ്ത്രീകളെ നമ്മുടെ ഇടയിൽ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് സ്വന്തം ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തം വിധിയോർത്ത് നീറി ജീവിക്കുന്നവർ. രണ്ടാമത്തെ തരം എന്നുള്ളത് ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്ന സംതൃപ്തിയുള്ള സ്ത്രീകൾ. സ്വന്തമായൊരു വ്യക്തിത്വമുണ്ടെന്നും ആഗ്രഹങ്ങളുണ്ടെന്നും ഈ ലോകത്ത് സ്വപ്നങ്ങൾ കാണുവാൻ തങ്ങൾക്കും അവകാശമുണ്ടെന്നും അത് നേടിയെടുക്കുവാൻ തനിക്കും സാധിക്കുമെന്നും അതിന് തനിക്ക് ചുറ്റുമുള്ളവർ കൂടെയുണ്ടെന്നും തിരിച്ചറിയുമ്പോഴാണ് അവൾ തീർത്തും സംതൃപ്തിയും സന്തോഷവുമുള്ള ഒരു സ്ത്രീയായി മാറുന്നത്. A happy woman is not defined by her circumstances, but by her attitude, resilience and choices. ആത്മസന്തോഷം നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ സന്തോഷം ഉറപ്പായും നമ്മളെ ആശ്രയിച്ചു നിൽക്കുന്നതിലേക്കും പകരപ്പെടും. അവസാനമായി, യേശുക്രിസ്തു സ്ത്രീകളെ കരുത്തുറ്റവരായി മാറ്റുകയാണ്. അന്നത്തെ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും അരക്ഷിതമായ, ഒട്ടും ആശ്വാസകരമല്ലാത്ത സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക ചുറ്റുപാടുകളിലൂടെയാണ് അവർ കടന്നുപോയത്. എന്നാൽ യേശുവിലൂടെ അവർക്ക് ലഭിച്ച ആദരവ്, കരുതൽ, തണൽ ഇത് ആ സ്ത്രീകളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റി. അതുകൊണ്ടാണ് യേശുവിനോടൊപ്പമുള്ള യാത്ര മരണത്തിലേക്കാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർ അതിൽ നിന്നും പിന്മാറാതിരുന്നത്. ലൂക്കോസ് 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവിൻ്റെ മരണത്തിന് ശേഷം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ, ജീവന് അപായമുള്ളപ്പോഴും മറ്റൊന്നും നോക്കാതെ യേശുവിൻ്റെ മൃതശരീരത്തിൽ തൈലം പൂശുവാനായിട്ട് ഇതേ മഗ്ദലന മറിയയും യോഹന്നയുമാണ് പോകുന്നത്. ഈ നാളുകളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളുടെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഉന്നതരായ പലരുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ നിയമ സംവിധാനങ്ങൾ ഉള്ളപ്പോഴും ഇന്ന് പല തൊഴിലിടങ്ങളിൽ മാത്രമല്ല, സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന ഭവനങ്ങളിൽ പോലും സ്ത്രീകൾ ലൈംഗികമായ ചൂഷണത്തിനും സാമ്പത്തികമായ ചൂഷണത്തിനും ഇരയാക്കപ്പെടുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിറകെ ഒന്നിനു പുറകെ ഒന്നായി കുറ്റകൃത്യങ്ങൾ പുറത്തു വരാനുള്ള കാര്യം ഈ ചൂഷണത്തെ മറച്ചു വയ്ക്കാതെ
ലോകരോട് വിളിച്ചു പറയുവാനുള്ള കരുത്ത് ആ സ്ത്രീകൾ കാണിച്ചതുകൊണ്ടാണ്. We should break the silence. നിസ്സംഗതയെ ഭേദിച്ച് നമ്മൾ പുറത്തു വരാത്തിടത്തോളം കാലം ഈ ലോകം നമ്മളെ അബലകൾ എന്ന് തന്നെ കണക്കാക്കും. അതുകൊണ്ട് ചൂഷണങ്ങളെ തിരിച്ചറിയുവാനും അവയ്ക്കെതിരെ പ്രതികരിക്കുവാനുമുള്ള കരുത്ത് നമ്മൾ നേടിയെടുത്തേ തീരും. യഹൂദ സമൂഹത്തിലെ സ്ത്രീകൾ മറ്റു കുടുംബാംഗങ്ങളെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. എന്നാൽ യേശു സാന്നിധ്യത്തിൽ തങ്ങളുടെ സാധ്യതകളെ തിരിച്ചറിയുവാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. ജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ സ്വയം ചെയ്യുവാനും സ്വയം പര്യാപ്തരാകുവാനും നമുക്ക് ശ്രമിക്കാം. അതിനുള്ള സ്കിൽസിനെ നമുക്ക് വളർത്തിയെടുക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഔദ്യോഗിക ജോലികളിൽ നിന്നൊക്കെ വിരമിച്ച ശേഷമാണ് പല സ്ത്രീകളും പുതിയ കോഴ്സുകൾ പഠിക്കുവാനും ട്രെയിനിങ്ങുകൾ എടുക്കുവാനും മറ്റു പല ജോലികൾക്കുമായിട്ടൊക്കെ പോകുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ ആ വേളകളൊക്കെ പരിമിതപ്പെടുത്തി ഭവനത്തിനുള്ളിൽ തന്നെ ആയിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം കണ്ടല്ലൂരിൽ തൻ്റെ ഉടമസ്ഥതയിലുള്ള 4.5 ഏക്കർ സ്ഥലം 100 കണക്കിന് അപൂർവമായ സസ്യലതാദികൾ കൊണ്ട് സമൃദ്ധമായ ഒരു വനം ആക്കി തീർത്ത 89-കാരിയായ ദേവകിയമ്മയുടെ ദൃഢനിശ്ചയവും മനക്കരുത്തുമാണ് അവർക്കത് സാധിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഈ നട്ടുപിടിപ്പിക്കുന്ന മരങ്ങൾ എനിക്കല്ല, വരാനിരിക്കുന്ന തലമുറകളുടെ, ഈ ഭൂമിയുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. 89 വയസ്സിലെ ഈ സാഹസം കണ്ട് മൂക്കത്തെ വിരൽ വയ്ക്കുന്നവരെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ദേവകിയമ്മ തൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇല്ലായ്മകളിലേക്ക് നോക്കി നെടുവീർപ്പുകൾ ഇടാനായിട്ടല്ല, ദൈവത്തോട് ചേർന്ന് സാധ്യതകളെ നോക്കി വിജയപദങ്ങൾ കീഴടക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്വയം സംതൃപ്തിയുള്ളവരായി സന്തോഷമുള്ളവരായി തീരുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ സേവ്യാസംഘ ദിനത്തിൽ എന്താണ് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്? നമ്മുടെ ഭവനത്തിലെ സ്ത്രീകളെ ഒരല്പം കൂടെ സ്നേഹത്തോടെ, യേശു കാട്ടിയ പോലെ ഒരല്പം കൂടെ ആദരവോടുകൂടെ കാണുവാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ദേശത്തിൻ്റെ, ഈ സഭയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി സ്ത്രീകൾ മാറുന്നത്. കോട്ടയംകാരി സിസ്റ്റർ സുധാ വർഗീസിൻ്റെ ആവേശഭരിതമായ ജീവിതം കൂടെ പങ്കിട്ട് എൻ്റെ വാക്കുകളെ ചുരുക്കാം. ബീഹാറിലെ ഡാണാപൂർ ഗ്രാമത്തിൽ മുസാഹർ എന്ന കോളനിയിലെ പെൺകുട്ടികളെ അവരനുഭവിച്ചിരുന്ന ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും രക്ഷിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരുന്ന ഒരു സേവനമാണ് സിസ്റ്റർ സുധ നടത്തിയിരുന്നത്. 100 കണക്കിന് പെൺകുട്ടികളുടെ ജീവിതം ഇതിനോടകം അവർ വെളിച്ചം കാട്ടിക്കഴിഞ്ഞു. പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികളെ പുനരധിവസിപ്പിക്കുവാനും അവരെ പഠിപ്പിക്കുവാനുമായിട്ട് സിസ്റ്റർ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് പ്രേരണ. ഇതിനായിട്ട് അവർക്ക് 2006 രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയുമുണ്ടായി. നമ്മളിന്ന് പാടിയ ഗാനത്തിൻ്റെ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണല്ലോ: കാലത്തിൻ ചുവരെഴുത്തുകൾ മാറ്റി എഴുതുവാൻ നിയോഗിതരാണ് നമ്മൾ. 1-ാം പാഠത്തിൽ കണ്ട രൂത്തും 2-ാം പാഠത്തിൽ കണ്ട ലുദിയയുമൊക്കെ അത്തരത്തിൽ തങ്ങളുടെ നിയോഗങ്ങൾ തിരിച്ചറിഞ്ഞവരാണ്. ഇവിടെ ഒരു പക്ഷേ ജെറുസലേമിലെ ഏതെങ്കിലും പട്ടണങ്ങളിലെ ഭവനങ്ങളിൽ അവർ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയേണ്ട സ്ത്രീകൾ ആ ദേശത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുന്നവരായി, യേശുവിനോടൊപ്പം അനുഗമിക്കുന്നവരായി മാറുകയാണ്. എന്നെ കേൾക്കുന്ന സേവികാ സംഘാംഗങ്ങളെ, ഈ കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ മാറ്റി എഴുതുവാനായി കർത്താവ് എന്നിലും നിങ്ങളിലും അനന്തമായ സാധ്യതകളെയാണ് നൽകിയിരിക്കുന്നത്. അവയെ തിരിച്ചും അറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ രക്ഷയുടെ സന്ദേശത്തെ ഘോഷിപ്പാൻ, ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സേവ്യാസംഘ ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.